നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 20 ദിവസത്തെ ഇസ്രായേൽ സംയുക്ത വ്യോമാക്രമണങ്ങളെ തുടർന്ന് ഇറാന്റെ സൈനിക ശേഷി ഏതാണ്ട് പൂർണ്ണമായും തകർന്നതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ആണവ ഇന്ധനം സമ്പുഷ്ടമാക്കാനോ ബാലിസ്റ്റിക് മിസൈലുകൾ നിർമ്മിക്കാനോ ഉള്ള കഴിവ് ഇറാൻ ഇല്ലെന്ന് നെതന്യാഹു കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ആളുകൾ കരുതുന്നതിനേക്കാൾ വേഗത്തിൽ യുദ്ധം അവസാനിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇപ്പോൾ ഇറാൻ ഭരിക്കുന്നത് ആരാണെന്ന് ഉറപ്പില്ലെന്നും പുതിയ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി ഇനിയും മുഖം കാണിച്ചിട്ടില്ലെന്നും ഭരണതലപ്പത്തെ വ്യക്തികൾക്കിടയിൽ വലിയ സംഘർഷം നിലനിൽക്കുന്നുണ്ടെന്നും നെതന്യാഹു പറയുകയാണ്. ഞങ്ങൾ വിജയിക്കുകയാണ്, ഇറാൻ നശിപ്പിക്കപ്പെടുകയാണ്, നെതന്യാഹുവിന്റെ വാക്കുകളായിരുന്നു. ഇറാന്റെ മിസൈൽ ഡ്രോൺ ശേഖരം വലിയ തോതിൽ തരം താഴ്ത്തപ്പെടുകയും നശിപ്പിക്കപ്പെടുകയും ചെയ്യുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഞങ്ങൾ ഇപ്പോൾ നശിപ്പിക്കുന്നത് മിസൈലുകൾ നിർമ്മിക്കുന്നതിനും ആണവ ബോംബുകൾ നിർമ്മിക്കുന്നതിനുമുള്ള ഈ ഘടകങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികളാണ്. അതേസമയം നെതന്യാഹുവിന്റെ വാദത്തിന് അദ്ദേഹം തെളിവുകളൊന്നും നൽകിയിട്ടില്ല. ഏകദേശം 3 ആഴ്ചത്തെ യുദ്ധം ഉണ്ടായിട്ടും ഇറാനിലെ ജനങ്ങൾ തെരുവിലിറങ്ങി ഭരണകൂടത്തെ താഴെയിടാൻ ശ്രമിക്കുമോ എന്ന് പറയാൻ സമയമായിട്ടില്ല എന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു. യുദ്ധം ഇതുവരെ വ്യോമാക്രമണങ്ങളിലൂടെയാണ് നടന്നിട്ടുള്ളതെങ്കിലും കരസേനയുടെ ഇടപെടൽ കൂടി ആവശ്യമാണെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു. യുദ്ധത്തിലേക്ക് അമേരിക്കയെ വലിച്ചിഴച്ചെന്ന ആരോപണവും നെതന്യാഹു നിഷേധിച്ചു. പ്രസിഡന്റ് ട്രംപിനോട് എന്ത് ചെയ്യണമെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ എന്ന് കരുതുന്നുണ്ടോ, അദ്ദേഹം ചോദിച്ചു. ഇറാനിയൻ ഗ്യാസ് ഫീൽഡിൽ നടത്തിയ ആക്രമണം ഇസ്രായേലിന്റെ സ്വന്തം തീരുമാനമായിരുന്നുവെന്നും ഭാവിയിൽ അത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നത് നിർത്തണമെന്നും ട്രംപ് അവകാശപ്പെട്ടതായും അതിനാൽ അത്തരം ആക്രമണങ്ങൾ തങ്ങൾ നിർത്തിവെച്ചിരിക്കുകയാണെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു. തന്ത്രപ്രധാനമായ ഹോർമോസ് കടലിടുക്ക് അടയ്ക്കാനുള്ള ശ്രമങ്ങൾ പരാജയപ്പെടുമെന്നും നെതന്യാഹു വ്യക്തമാക്കി.